കരസേനാ മേധാവിയുടെ പുസ്തകത്തിലെ പരാമർശം ഉദ്ധരിച്ച് രാഹുൽ. ചൈന ലഡാക്കിൽ ഇന്ത്യൻ ഭൂമി കയ്യേറിയെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ ഉള്ളടക്കമാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചത്. ചൈന അതിർത്തിയിൽ ഇന്ത്യ ഉറച്ച നിലപാടെടുത്തില്ലെന്നും രാഹുൽ പറഞ്ഞു. പുസ്തകങ്ങളിലെ പരാമർശത്തോടെ ലോക്സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ സഭ തൽക്കാലത്തേക്ക് നിർത്തി. രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ പ്രകാശിപ്പിക്കാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. എന്നാൽ താനൊരു മാഗസീനിൽ വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പുറത്തിറങ്ങാത്ത പുസ്തകം വായിക്കാനാകില്ലെന്ന് സ്പീക്കർ ഓം ബിർള സൂചിപ്പിച്ചു. സഭാചട്ടം പാലിക്കണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു. എന്നാൽ വഴങ്ങാതെ രാഹുൽ പ്രസംഗം തുടരാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രാഹുൽ ഗാന്ധിയുമായി തർക്കമായി. പുസ്തകം പ്രസിദ്ധീകരിച്ചോ എന്ന് രാഹുൽ വ്യക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ചു. പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ എങ്ങനെ ശരിയാകും? മാഗസീനുകൾക്ക് എന്തും പറയാമെന്നും അമിത് ഷാ പറഞ്ഞു. ജനറൽ നരവനെയുടെ പുസ്തകം ഇറക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ലെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതിനിടെ BJP MP തേജസ്വി സൂര്യ കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെയും സംസ്കാരത്തെയും ചോദ്യം ചെയ്തതോടെ തർക്കം രൂക്ഷമായി. ചൈനയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമേറിയതാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ മൈക്ക് പലതവണ ഓഫാക്കിയത് സഭയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായി. ബഹളത്തെ തുടർന്ന് ലോക്സഭ 3 മണിവരെ നിർത്തിവച്ചു. ചൈന അതിർത്തിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ചെയ്ത പാപത്തിന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധി ഒരു നിയമവും പാലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി തന്റെ തലച്ചോറ് ഉപയോഗിക്കണമെന്നും കിരൺ റിജിജു പറഞ്ഞു.